എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ GSTയുടെ അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്ലൈ എന്ന് പറയുന്ന ടേമാണ്. നമ്മളെപ്പോഴും GSTയിൽ കേൾക്കുന്ന ഒരു വേർഡാണ് സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈയിൽ ഇപ്പോൾ എന്താണ് സപ്ലൈ എന്നുള്ളത് നമുക്കറിയണം അല്ലേ. സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസ് നമ്മളെപ്പോഴും പറയും. സോ എന്താണ് സപ്ലൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ടാക്സ് കൊടുക്കുന്ന ഇപ്പം പ്രീ GST പീരിയഡിൽ ടാക്സ് എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ. ഇൻഡയറക്റ്റ് ടാക്സിൽ നമ്മളുടെ GST വരുന്നതിന് മുൻപേ നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റമാണ് അല്ലേ. ഇപ്പം നമ്മൾ സർവീസാണ് ചെയ്യുന്നെങ്കിൽ അവിടെ സർവീസാണ് അവിടെ ഒരു ടാക്സബിൾ ഈവന്റ് എന്ന് പറയുന്നത്. അതേസമയം എക്സൈസ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ ടാക്സബിൾ ഈവന്റ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ആണ്. മാനുഫാക്ചറിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കണം. നമ്മളൊരു സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ സർവീസ് ടാക്സ് അടയ്ക്കണം. അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലാം സബ്സ്യൂം ചെയ്തിട്ടാണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സബ്സ്യൂം ചെയ്തിട്ടാണ് നമ്മളുടെ ടാക്സ് GSTയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ GSTയിൽ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് മീനിങ് തന്നെയാണ്. കുറേ കാര്യങ്ങൾക്കാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ GSTയിൽ ടാക്സബിൾ ഈവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സപ്ലൈ. സപ്ലൈ നടന്നു കഴിഞ്ഞാലാണ് അവിടെ GST ചാർജബിൾ അല്ലെങ്കിൽ GST ലിവ്യബിൾ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ടാക്സബിൾ ഈവന്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ എന്താണ് സപ്ലൈ. അപ്പൊ നമുക്ക് എന്താണ് സപ്ലൈ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, നോക്കൂ, നമുക്ക് സ്ക്രീന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടാക്സബിൾ ഈവന്റ് ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് tax is the supply of goods and service or both made for a consideration in the course of furtherance of business. അവിടെ സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസ് ആണ്. സപ്ലൈ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്? ഫോർ എ കൺസിഡറേഷൻ അല്ലെ, ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടായിരിക്കണം. ആൻഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്, ബിസിനസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗൂഡ്സ് ആൻഡ് സർവീസ് ആണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. സോ വെരി ക്ലിയർലി അക്കോർഡിംഗ് ടു സെക്ഷൻ 7 ഓഫ് ദി CGST ആക്ട് 2017 ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് സപ്ലൈ എന്നുള്ളത് അല്ലെ. നോക്കൂ, 4 കാര്യങ്ങളാണ് അവിടെ സപ്ലൈ എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡഡ് ആവുന്നത് അല്ലെ. ഫസ്റ്റ് വൺ, ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് സച്ച് ആസ് സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ്, റെന്റൽ, ലീസ് ഓർ ഡിസ്പോസൽ made or agreed to be made for a consideration by a person in the course or furtherance of business. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സപ്ലൈ എന്താണെന്നുള്ളത് അല്ലെ. സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സപ്ലൈ മീൻസ് സെയിൽ, സച്ച് ആസ് സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ് ആവാം, റെന്റൽ ആവാം, ലീസ് ആവാം, ഡിസ്പോസൽ ആവാം. ഇതെല്ലാം ചെയ്യുന്ന എന്തിനായിട്ടിരിക്കണം? ഫോർ എ കൺസിഡറേഷൻ. അതിന് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ഇൻ റിട്ടേൺ വേണം അല്ലെ. ഇൻ റിട്ടേൺ മോണിറ്ററി ടേംസിൽ എന്തെങ്കിലും കൺസിഡറേഷൻ വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ നോർമലി ഒരു സാധനം, ഒരു ഗുഡ്സ് കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട് അല്ലെ. സോ ദാറ്റ് പ്രൈസ് ഇസ് കോൾഡ് ഹിയർ കൺസിഡറേഷൻ. അത് തന്നെയാണ് എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസോ അവെയിൽ ചെയ്യുന്നതിന് നമ്മൾ ഇൻ റിട്ടേൺ എന്ത് കൊടുക്കുന്നു, അതാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്, കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, സപ്ലൈ ആയിട്ട് മാറും എന്നുള്ളതാണ് അല്ലെ. അത് ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസിന്റെ കണ്ടിന്യൂറ്റി, ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. ലോങ് ടേമിൽ നമ്മൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ്, അസംഷനിലാണെങ്കിൽ അതിനാണ് ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ്
or furtherance of business. അല്ലെ, ഇമ്പോർട്ട് ഓഫ് സർവീസിനെയും ഫോർ എ കൺസിഡറേഷൻ ആണെങ്കിൽ അവിടെ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്? സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യക്ക് പുറത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ കൺസിഡറേഷനോട് കൂടിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതെയും ചെയ്യാം. നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ബിസിനസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും അതെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. Then next പറയുന്നത് the activities specified in schedule 1 made or agreed to be made without consideration. ഇനി ഷെഡ്യൂൾ 1-ൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ ഈവൻ ദർ ഈസ് നോ കൺസിഡറേഷൻ, അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ ആക്ടിവിറ്റീസിനെ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ് പറയുന്നത്. The same then activity specified in schedule 2 without a consideration. ഇനി ഷെഡ്യൂൾ 2-ലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്പെസിഫൈഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെയും എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇപ്പൊ നോർമലി സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങള് കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും അണ്ടർ GST. നമ്മൾ അവിടെ എന്താണ്? ടാക്സ് ലെവിയബിൾ ആണ്, GST ലെവിയബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിലാണ് അവിടെ GST കൊടുക്കേണ്ടി വരുന്നത്. ഇനി ചില കേസുകളിൽ, അത് ഏതൊക്കെ കേസാണ്? ഷെഡ്യൂൾ 1-ലും ഷെഡ്യൂൾ 2-ലും പറയുന്ന ചില കേസിൽ നമ്മൾ എന്തായിട്ട് ചെയ്യേണ്ടി വരും? കൺസിഡറേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവിടെ GST നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ ഷെഡ്യൂൾ 1-ഉം ഷെഡ്യൂൾ 2-ഉം നമ്മൾ എന്താ നോക്കുന്നുണ്ട്. പക്ഷെ ഷെഡ്യൂൾ 1-ഉം 2-ഉം നോക്കുന്നതിന് മുൻപേ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കുന്നുണ്ട്. ചില കാര്യങ്ങളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല? സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. അതാണ് ദ ടേം സപ്ലൈ എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവൺ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല? അത് സപ്ലൈ എന്നുള്ള പരിധിയിൽ വരില്ല. അത് ഏതൊക്കെയാണ്? GST-യിൽ സപ്ലൈ അല്ലാത്തത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 2 പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3. ഇനി ഷെഡ്യൂൾ 3-ൽ പറയുന്ന കാര്യങ്ങൾ ഈവൻ ദർ ഇസ് അവിടെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ പോലും ഷെഡ്യൂൾ 3-ൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. ഇറ്റ് എക്സ്ക്ലൂഡ്സ് ഫ്രം സപ്ലൈ. Then such activities or transactions undertaken by a central government or state government or any other local authority in which they are engaged as public authorities as may be notified by the government on their recommendations or recommendations of the council. ഇനി ചില കാര്യങ്ങൾ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളായിരിക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെയും എന്തായിട്ട് കണക്കാക്കില്ല? സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സപ്ലൈ ആയിട്ട് കണക്കാക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷെഡ്യൂൾ 3-ൽ പറയുന്ന കാര്യങ്ങൾ സപ്ലൈ അല്ല. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളെയും ആ ആക്ടിവിറ്റീസിനെയും എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല? വി കാൻ കൺസിഡർ ഇറ്റ് ആസ് എ സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ നേരത്തെ ഒരു നമ്മൾ ഇമ്പോർട്ട് ഓഫ് സർവീസിന്റെ കാര്യം പറഞ്ഞുള്ളൂ. ഇമ്പോർട്ട് ഓഫ് സർവീസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസിൽ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ നമ്മൾ അത് സപ്ലൈ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ആ സർവീസ് അവൈൽ ചെയ്യണ സമയത്ത്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ 2 പേര്, ഒരാൾ ഇന്ത്യയിലുള്ള ഒരാൾ ഔട്ട്സൈഡിലുള്ള അവരുടെ ഒരു റിലേറ്റഡ് പാർട്ടി, ഇപ്പോൾ മകനോ അല്ലെങ്കിൽ മകളോ ആരെങ്കിലും ഇപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ USA-ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. സോ അവിടെ നിന്ന് നമ്മളൊരു സർവീസ് അവൈൽ ചെയ്യണം. നമ്മൾ നമ്മളുടെ ബിസിനസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് അവൈൽ ചെയ്യണം. അത് രണ്ടും 2 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ
കൺസിഡറേഷൻ കൊടുത്തിട്ടും ആവാം, അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാതെ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ കൺസിഡറേഷൻ കൊടുത്തിട്ട് നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സർവീസ് കൊടുത്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഓക്കെ, ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സപ്ലൈ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ അത് പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തായിട്ട് അല്ലെങ്കിൽ ടാക്സ് ലെവ്യബിൾ ആയിട്ട് കണക്കാക്കും. അത് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇനി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാതെയാണ് നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ മാത്രമേ അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുള്ളൂ, അല്ലെങ്കിൽ അതെന്താണ്? സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിലും അതെന്താണ്? പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിലും അതെന്താണ്? അത് സപ്ലൈ ആണ്. ഇനി കൺസിഡറേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അത് ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ മാത്രമാണ് അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുള്ളൂ, അല്ലെങ്കിൽ എന്തല്ല, അത് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. സപ്ലൈ ആണോ അല്ലേ എന്നുള്ളത് പറയാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. Raghav is the supplier of goods located in Chennai. In January 2019, he imported business consultancy service from Germany for a consideration of ₹80,000. അല്ലെ, ഇപ്പൊ രാഘവ് എന്ന് പറയുന്ന ആള് ചെന്നൈയിൽ ഒരു ബിസിനസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ബിസിനസ് കൺസൾട്ടൻസി സർവീസ് ഇവിടെ നിന്ന് എടുത്തു. അവര് 2019 ജർമ്മനിയിൽ നിന്ന് ഒരു ബിസിനസ് കൺസൾട്ടൻസി സർവീസ് അവൈൽ ചെയ്തു. ഒരു സർവീസ് ആണ് എന്ത് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത്. അപ്പൊ സർവീസ് ഇമ്പോർട്ട് ചെയ്ത് ജർമ്മനിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു തന്നെയാണ് പറയല്ലേ, ഔട്ട്സൈഡ് ഇന്ത്യ ആണല്ലോ. അപ്പൊ അത് ഫോർ എ കൺസിഡറേഷൻ ഓഫ് ₹80,000 കൺസിഡറേഷൻ ഉണ്ടെന്നും പറയും. അപ്പൊ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് ബിസിനസിന്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും ബിസിനസിന്റെ അല്ലെങ്കിലും അതെന്തായിട്ട് കണക്കാക്കും? സർവീസ് ആയിട്ട് കണക്കാക്കും. അപ്പൊ നമുക്ക് പോയിന്റ് നോട്ട് ചെയ്യണം, കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതെന്താണെങ്കിലും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇറ്റ് ഈസ് ലെവിയബിൾ ടു ടാക്സ് ആണ്. രണ്ടാമത്തെ കേസ് നോക്കി നോക്കൂ. രാമദാസ് ഇസ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ലൊക്കേറ്റഡ് ഇൻ നാഗ്പൂർ. He imported architecture service from a relative in China without any consideration for construction of his house. അല്ലെ, എന്താ പറയുന്നത്? ഇവിടെയും സർവീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവൈൽ ചെയ്യുന്നത്. ഇപ്പൊ സർവീസ് നാഗ്പൂരിലുള്ള ഒരാള് രാംദാസ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു? ആർക്കിടെക്ചർ സർവീസ് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. റിലേറ്റീവ് ഇൻ ചൈന, ചൈനയിൽ അവരുടെ റിലേറ്റീവ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്നാണ് ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ സർവീസ് എടുക്കുന്നത്. വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്, വിത്തൗട്ട് എനി കൺസിഡറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ്. അവരുടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർക്കിടെക്ചർ സർവീസ് എടുക്കുന്നത്. പേഴ്സണൽ ആവശ്യമാണ്, ബിസിനസ് അല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ, കൺസിഡറേഷൻ കൊടുക്കാതെയാണ് നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ മാത്രമാണ് എന്ത്? സപ്ലൈ. അല്ലെങ്കിൽ എന്താണ്? അത് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. ഇവിടെ എന്താണ്? പേഴ്സണൽ ആവശ്യമാണ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ് ആണ്. സ്വന്തം ഓൺ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് സർവീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അത് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസ് മാത്രമാണ് സപ്ലൈ, രണ്ടാമത്തെ കേസ് സപ്ലൈ അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ 1ല് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? So activities to be treated as supply even if made without consideration. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ് പറയുന്നത്. നോക്കി നോക്കൂ, ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് പെർമനന്റ് ട്രാൻസ്ഫർ or disposal of business assets where input tax credit has been availed on such assets. അല്ലെ, നമ്മളുടെ ബിസിനസിന്റെ ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ഒരാൾക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യാണ്. വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവെയിൽഡ്. നമ്മൾ അത് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ
നമ്മൾ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു പെർമനന്റ് അസെറ്റ് നമ്മളുടെ ഒരു ബിസിനസ് അസെറ്റ് നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തേർഡ് പാർട്ടിക്ക് തിരിച്ചെടുക്കില്ല എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് കൊടുക്കുകയാണ്, സ്വന്തമായിട്ട് കൊടുക്കുകയാണ്, വിത്ത് ടൈറ്റിൽ അടക്കം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡറേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതെന്തായിട്ട് കണക്കാക്കും, സപ്ലൈ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. പെർമനന്റ് ട്രാൻസ്ഫർ എന്ന് അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, തിരിച്ചു വാങ്ങിക്കില്ല, അത് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ബിസിനസ് അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുകയാണ്. ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ, അവിടെ ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതെന്താണ്, സപ്ലൈ ആണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ബിറ്റ്വീൻ ദ persons as specified in section 25 when made in the course of furtherance of business. ഇനി രണ്ടാമത് പറയുന്ന പോയിന്റ് എന്താണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ്. രണ്ട് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ ബിറ്റ്വീൻ പേഴ്സൺസ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25. 25 പറയുന്ന ആ സ്പെസിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ആണെങ്കിലും നമ്മളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ്സോ സർവീസോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, അതിനെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കും, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അവിടെ അതെന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ്. എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ്? By a principal to his agent, where the agent undertakes to supply such goods on behalf of the principal. ഇനി ഒരു പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രിൻസിപ്പൽ അവരുടെ ഒരു ഏജന്റ് അല്ലെ, പ്രിൻസിപ്പൽക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്, ഏജന്റ് എന്ന് പറയുന്നത് അല്ലെ. പ്രിൻസിപ്പൽക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ഏജന്റിനെ വെച്ചിരിക്കുകയാണ്. സോ പ്രിൻസിപ്പൽ ചിലപ്പോൾ ഔട്ട്സൈഡോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അല്ലെ. അപ്പൊ ഏജന്റ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഏജന്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏജന്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിലും കൺസിഡറേഷൻ ഇല്ലാതെ ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഒരു സാധനം ഏജന്റിന് കൊടുക്കുകയാണ് വിത്തൗട്ട് കൺസിഡറേഷൻ, എന്നിട്ട് ഏജന്റ് എന്ത് ചെയ്യുന്നു, ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്, ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. അങ്ങനെയാണെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഈവൻ പ്രിൻസിപ്പൽ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഏജന്റിന് കൊടുക്കുന്നതെങ്കിൽ പോലും അതെന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then import of service by a taxable person from a related person or from any of his other establishment outside India in the course or furtherance of business. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ പോലും, ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ അത് റിലേറ്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അതെന്താണ്, ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതെന്താണ്, സപ്ലൈ ആണ് എന്ന് പറഞ്ഞു അല്ലെ. ഈവൻ ദർ ഈസ് നോ കൺസിഡറേഷൻ, ഇപ്പൊ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതെന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കും അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കും എന്നാണ് പറയുന്നത് അല്ലെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഷെഡ്യൂൾ 2 എന്താണെന്നുള്ളതാണ് അല്ലെ. ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ 2 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്തൊക്കെയാണ്, ട്രാൻസ്ഫർ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കോട്ട് ചെയ്യുന്നത്, ഒന്ന് ട്രാൻസ്ഫർ, ഒന്ന് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ നോക്കാതെ അല്ലെ. ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എനി ട്രാൻസ്ഫർ ഓഫ് ദി ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ് ഇൻ എ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെ. ഒരു ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സോ അതിനെന്തായിട്ട് കണക്കാക്കും, സപ്ലൈ ആയിട്ട് കണക്കാക്കും. Any transfer of right in the goods or individual undivided shares in goods without the transfer of title thereof is a supply of service. ഇനി ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഉടമസ്ഥാവകാശം അല്ലെ. നമ്മളൊരു ഗുഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ടൈറ്റിലോട് കൂടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെ. സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും. ഈവൻ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നില്ല, എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, റൈറ്റ് യൂസ് ആണ് കൊടുക്കുന്നത് അല്ലെ. റൈറ്റ് ഒരു അവകാശം, അത് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്, ടൈറ്റിൽ കൊടുക്കുന്നില്ല എങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കൊരു കാർ ഉണ്ട്, നമ്മൾ കാറ് അതിന്റെ ഉടമസ്ഥാവകാശത്തോടു കൂടി ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് പറയാം അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇനി നമ്മൾ കാറ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടൈറ്റിൽ കൊടുക്കുന്നില്ല
അല്ലെ, 1 മാസം അല്ലെങ്കിൽ 2 മാസം ഉപയോഗിക്കാൻ വേണ്ടി, അത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്നു. അതിന് നമ്മൾ റെന്റൽ ഇങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. അല്ലെ, അത് നോക്കണം. ടൈറ്റിലോട് കൂടി കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, ഉടമസ്ഥാവകാശം കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സും, ഉടമസ്ഥാവകാശം കൊടുക്കുന്നില്ല, ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമേ കൊടുക്കുന്നെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസും ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. Then, any transfer of title in the goods under an agreement stipulates that property in goods shall pass at a future date upon a payment of full consideration as agreed is a supply of goods. അല്ലെ, അപ്പൊ ഇവിടെ നമ്മൾ ഹയർ പർച്ചേസ് ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. അല്ലെ, ഹയർ പർച്ചേസിന്റെ പ്രത്യേകത എന്താ? ഇൻസ്റ്റാൾമെന്റ് ഹയർ പർച്ചേസും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെ, ഹയർ പർച്ചേസിംഗിൽ നമ്മൾ എല്ലാ ഇൻസ്റ്റാൾമെന്റ്സും അല്ലെങ്കിൽ എല്ലാ പേയ്മെന്റ്സും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ടൈറ്റിൽ കിട്ടുള്ളൂ. അല്ലെ, അപ്പൊ എല്ലാ പേയ്മെന്റും കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ടൈറ്റിൽ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ട്രാൻസ്ഫറിനെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലിയർ ആണ്. അല്ലെ, എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് അണ്ടർ എഗ്രിമെന്റ്. അല്ലെ, എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് ആയിരിക്കും. അല്ലെ, അതെന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ഇസ് ഓൾസോ എന്താണ്? സപ്ലൈ ആണ്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പറയുന്നതിന് മുൻപേ നമുക്കറിയാം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യാന്ന്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അല്ലെ, നമ്മൾ വരുന്ന അടുത്ത വീഡിയോസിലൊക്കെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സർവീസ്, എന്താണ് ഗുഡ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അപ്പൊ ജസ്റ്റ് നമുക്കറിയാം ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, എനി മൂവബിൾ പ്രോപ്പർട്ടി. അല്ലെ, എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെ, സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ആ മൂവബിൾ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോഴോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ ആണ് എന്ത് വരുന്നത്? GST വരുന്നത്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദർ ഈസ് നോ GST. ഇവിടെ GST ഇല്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റു, ഒരു ട്രാൻസാക്ഷൻ നടത്തി, ദർ ഈസ് നോ GST. അവിടെ GST ഇല്ല. എന്താണ്? അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, ഗുഡ്സ് അല്ല. സോ ഗുഡ്സിന്റെ കേസിലാണ് എന്ത് വരുന്നത്? ഗുഡ്സിന്റെയും സർവീസിന്റെയും കേസിലാണ് എന്ത് വരുന്നത്? GST വരുന്നത്. മനസ്സിലാക്കുക. അല്ലെ, ഒന്ന് മറക്കരുത്. ഗുഡ്സിന്റെ കേസിലാണ് GST വരുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നും എന്തല്ല? GSTയുടെ പരിധിയിൽ വരുന്നല്ല. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത് GST ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യത്തില്? ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ GST വരില്ല. GSTയുടെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ റെന്റൽ ബേസിൽ കൊടുക്കുകയാണ്. എനി ലീസ്, ടെനൻസി, ഈസ്മെന്റ്, ലൈസൻസ് ടു ഒക്യുപ്പൈ ലാൻഡ് ഇസ് എ സപ്ലൈ ഓഫ് സർവീസ്. ഇനി നമ്മൾ ഒക്യുപ്പൈ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ടെനൻസിയുടെ ബേസിൽ ലീസിനോ നമ്മൾ ഈ മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ലാൻഡ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും. സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇത് നോക്കി നോക്കൂ. എനി ലീസ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് ദി ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് എ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ഓർ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ് ഐദർ ഹോളി ഓർ പാർട്ട്ലി ഇസ് എ സപ്ലൈ ഓഫ് സർവീസ്. അല്ലെ, എന്താ പറയുന്നത്? ഇനി നമ്മൾ ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ ബിൽഡിംഗ് ഇങ്ങനെ തന്നെ ലെറ്റ് ഔട്ട് ചെയ്യാണ്, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, റെന്റൽ ബേസിന് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ലീസിന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് എന്തായിരിക്കാം? കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആയിരിക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ബിസിനസിന് വേണ്ടിയിട്ടോ കൊമേഴ്സിന് വേണ്ടിയിട്ടോ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കേസിൽ എന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. എങ്ങനെയാണെങ്കിൽ അത് മിയർ ട്രാൻസ്ഫർ അല്ല ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ലീസോ ടെനൻസിയോ ലൈസൻസോ അല്ലെങ്കിൽ ലെറ്റ് ഔട്ടോ ചെയ്യുകയാണെങ്കിൽ മാത്രം. അല്ലെ, സർവീസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രം അതെന്താണ്? സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്. ഷെഡ്യൂൾ 2 പറയുന്ന വേറൊരു കാര്യമാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഓർ പ്രോസസ് എന്ന് പറയുന്നത്. അല്ലെ, എന്താണ് ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? എനി treatment or process which is applied to another person's goods is a supply of service. അല്ലെ, ഇവിടെ നമ്മൾ വേറൊരു വ്യക്തിയുടെ ഗുഡ്സിന്റെ മുകളിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ നമ്മളൊരു റിപ്പയർ കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക, അതാണ് ഇവിടെ എന്ത് പറയുന്നത്? ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് എന്ന് പറയുന്നത്. അല്ലെ, ഇവിടെ നമ്മൾ
സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരാളുടെ മെഷീനറി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സർവീസ് കൊടുക്കുന്നു, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്നു, അതിലൊരു പ്രോസസ്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാ നമ്മൾ ചെയ്യുന്ന എന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ്. ബിസിനസ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്, സപ്ലൈ ആണ്. ബിസിനസ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതോ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതും എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി സപ്ലൈ ഓഫ് സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ റെന്റിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്, സപ്ലൈ ഓഫ് സർവീസ്. നേരത്തെ പോയിന്റ് പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ ഓർ എ പാർട്ട് thereof including a complex or building intended for sale to a buyer wholly or partly. അല്ലെ, നമ്മളൊരു ഒരു കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സിവിൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ പാർട്ടിക്ക് കൊടുക്കുക. നമ്മളിപ്പോ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും ശരിക്കും. സാധാരണ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിനോ കോർപ്പറേഷനോ ഒക്കെ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ ആ സാധനം അല്ലെങ്കിൽ ആ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പക്ഷെ അത് കിട്ടുന്നതിന് മുൻപേ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കുന്ന പറയുന്നത്, ഇറ്റ്സ് എ സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പൊ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് വാങ്ങിക്കുകയാണ്. കംപ്ലീഷൻ കഴിയുന്നതിന് മുൻപേ നമ്മൾ അവർക്ക് ഫൈനലായിട്ട് ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കോംപ്ലക്സ് കൈമാറുന്നതിന് മുൻപേ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, അഡ്വാൻസ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നേ കുറച്ച് എമൗണ്ട് വാങ്ങിക്കുകയാണ്. സോ അതെന്തായിട്ട് കണക്കാക്കും, അവിടെ അതിനെ എന്തായിട്ട് കണക്കാക്കും, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. Then composite supply. So composite supply ഇവിടെ പറയുന്നത് works contracts and supply of food or any other article for human consumption or any drink other than liquor, and where supply or service is for cash, deferred payments or other valuables consideration. അല്ലെ, വർക്ക്സ് കോൺട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വർക്ക്സ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് കോൺട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അപ്പൊ അവിടെ നമ്മൾ ബിൽഡിംഗ് അടക്കം ചിലപ്പോൾ സമയത്ത് കോമ്പോസിറ്റ് ആണെന്ന് പറയാൻ കാരണം ആ ബിൽഡിങ്ങിന്റെ ഡിസൈൻ നമ്മളാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് നമ്മളാണ്, അതിന് വേണ്ടിയിട്ട് സിമെന്റ്, സ്റ്റീൽ, എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരുപാട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു വൺ കമ്മിറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു വർക്ക്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്കുള്ളത്. സോ അതുകൊണ്ടാണ് അത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു വർക്ക് കോൺട്രാക്ട് എന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ഫുഡ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ചെയ്യുന്നത് അല്ലെ. റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ സർവീസും തരുന്നുണ്ട്, അതേസമയം നമുക്ക് അവിടെ ഒരു ഗുഡ്സും തരുന്നുണ്ട്. പക്ഷെ അതെന്തായിട്ട് കണക്കാക്കുന്നത്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ വേ unincorporated association or body of persons to a member thereof for cash or deferred payments or other valuables. ഇനി നമ്മളൊരു അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ എന്ന് പറയുന്ന ഫോം ഓഫ് ബിസിനസ്സുകൾ. സോ അവര് ഗുഡ്സ് സപ്ലൈ ചെയ്യണം അവർക്ക്, ഫോർ ദെയർ മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പൈസക്കാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഈവൻ ദർ ഇസ് നോ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ട് അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയുന്ന AOPയും അതേപോലെ തന്നെ BOI ആണ്. സോ അവരുടെ ഗുഡ്സ് എന്ത് ചെയ്യാണ്, മെമ്പേഴ്സിന് ക്യാഷിന് എന്ത് ചെയ്യാണ്, സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും. അവിടെ ഡെഫേർഡ് പേയ്മെന്റോ ആയിരിക്കാം, അല്ലെങ്കിൽ അതർ വാല്യൂബിൾസിനോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് സപ്ലൈ എന്താണെന്നുള്ളതാണ്. സപ്ലൈ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, സോ ഓൾ ഫോംസ് ഓഫ് സപ്ലൈ, അത് എന്തോ ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ബാർട്ടർ ആയിക്കോട്ടെ, എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, ഇനി റെന്റൽ ബേസിസ് ലീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഈവൻ ദർ ഇസ് എ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് പറയും, സപ്ലൈ എന്ന് പറയും. ഇനി ചില കേസുകൾ നമ്മൾ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനെ സപ്ലൈ എന്ന് തന്നെയാണ് പറയുന്നത്. ഏതൊക്കെയാണ്, ഷെഡ്യൂൾ 1ലും ഷെഡ്യൂൾ 2ലും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്തൊക്കെ നോക്കി, അതേപോലെ തന്നെ ഷെഡ്യൂൾ 2 എന്താണ് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.